ഫ്രണ്ടിലും ഞാനും ഷൈമയും ബാക്ക് സീറ്റിലും ഇരുന്നു. സാനിക്ക ചെറിയ സൗണ്ടിൽ സോങ് ഇട്ടു. സാനി, സഫീറിന്റെ വീട് എവിടെയാ? വീട്ടിൽ നിന്നിറങ്ങി കുറച്ചു നേരം കഴിഞ്ഞതും ആഷിക സാനിക്കയോട് ചോദിച്ചു. ഞങ്ങൾ മൂന്നും ഞെട്ടി. സാനി ചോദിച്ചു കേട്ടോ? ആ അളിയ, അത് ഇവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ. എന്താ അളിയ? എന്നാ അങ്ങോട്ട് വീട്, എനിക്ക് അയാളൊന്ന് കാണണം. പിന്നെ തൻ്റെ ഫ്രണ്ടും അല്ലേ, ഒന്ന് പോവാം. സാനിക്ക വണ്ടി ചവിട്ടി നിർത്തി എന്നെ നോക്കി. ഞാൻ അപ്പോഴും ഷോക്കിലാണ്. എന്താ സാനി? അതളിയ, അല്ലു. അതിനെന്താ, അല്ലുവിന് പ്രശ്നമുണ്ടോ? എന്നെ നോക്കി പുരികുയർത്തി. ആഷിക വേണ്ട പ്ലീസ്, ഞാൻ വരില്ല. അലീമ വരും. അലീം ആഷിറാണ്. ഞാൻ വിളിക്കുന്നിടത്ത് വരും. എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ഒരു പെണ്ണിന്, എൻ്റെ ഭാര്യയ്ക്ക് പഴയ കാമുവിനെ കാണുന്നൊരു പ്രശ്നം വരില്ല. ഇനിയും അങ്ങോട്ട് വരില്ലെന്നാണ് സാനി, തിരിച്ചു പോവാം. ഈ യാത്ര കൊണ്ടൊരു ഫലവുമില്ല. ആഷിക്കയുടെ ഉറച്ച തീരുമാനമാണെന്ന് ആ വാക്കുകൾ മനസ്സിലാക്കി തന്നു. ഞാൻ ദയനീയമായി ആഷിക്കയെ നോക്കി. ആഷിക്ക് നേരെ നിന്ന് നെഞ്ചിൽ കൈ പിണച്ചു വെച്ചു. ഞാൻ സാനിക്കയെ നോക്കി. പോകാമെന്ന് സാനിക്കയും ഷെയ്മയും പറഞ്ഞു. സാനിക്ക കാറ് സാറിൻ്റെ വീട്ടിലേക്ക് ഓടിച്ചു. ഇനിയൊരു കൂടിക്കാഴ്ച വേണ്ട തീരുമാനിച്ചിട്ട് ആഷിക്ക് എന്തിനാണ് ഇതിൽ ഇത്ര വാശി കാണിക്കുന്നേ? 5 മിനിറ്റിന് ഞങ്ങൾ ആ വീടിൻ്റെ മുറ്റത്തെത്തി. സാനിക്കയും ഷെയ്മയും ആഷിക്കയും ഇറങ്ങി. ഞാൻ ഇറങ്ങാതെ ഇരുന്നു. ആഷിക വന്ന് എൻ്റെ ഭാഗത്ത് ഡോർ തുറന്നു. വാ ഇറങ്ങ് പ്ലീസ് ആഷിക, എനിക്ക് കഴിയില്ല. നിങ്ങളോടൊപ്പം പുതിയൊരു ജീവിതമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു? ഇറങ്ങല്ലൂസേ. ആഷിക കയ്യിൽ പിടിച്ചിറക്കി. എൻ്റെ കൈകൾ കോർത്ത് പിടിച്ചു. സാനിക ചെന്ന് ബെല്ലടിച്ചു. കുറച്ച് കഴിഞ്ഞ് മോള് വന്ന് ഡോറ് തുറന്നു. എന്നിട്ട് അവൾ അകത്തേക്ക് ഓടി. തൊട്ട് പിന്നാലെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ട് സാറും ഇറങ്ങി വന്നു. ഞാൻ നോട്ടം മാറ്റി. ആ സാനി. സാർ അടുത്തേക്ക് വന്നു. ഇത് ആഷിർ, അല്ലുവിൻ്റെ. സാനിക്ക് ആഷികയെ സാറിന് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ഷെയ്ക്കാൻ കൊടുത്തു. അകത്തേക്ക് വാ. സാറ് ഞങ്ങൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹാളിലിരുത്തി. വാപ്പിയും ഉമ്മയും ഒരു കല്യാണത്തിന് പോയതാ. സാറ് സാനിക്കയെ നോക്കി പറഞ്ഞു. അനു, 4 പേർക്ക് ചായ. സാർ അടുക്കളയിലേക്ക് നോക്കി പറഞ്ഞു. ഞാൻ സാറിനെ നോക്കാതെയാണ് ഇരുന്ന്. അപ്പോഴേക്കും ആഷിക്കൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നൽകുന്ന ധൈര്യം കുറച്ചൊന്നുമല്ല. ചായ. അത് പറഞ്ഞ് അവളെല്ലാവർക്കും ചായ തന്നു. ഞാൻ എടുക്കാൻ മടിച്ചപ്പോൾ ആഷിക അതെടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ ആഷികയെ നോക്കി പുഞ്ചിരിച്ചു. ആഷിക എന്നെ കണ്ണുകൾ ചിമ്മി കാണിച്ചു. ചായ കുടിക്കാനായി മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് ഞങ്ങളെ നോക്കുന്ന സാറിനെ കണ്ടത്. ഞാൻ മൈൻഡ് ചെയ്യാതെ ചായ കുടിച്ചു. അന്ന് കണ്ടതിനേക്കാൾ അൻസിക്ക് മാറ്റമുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അവരെന്തൊക്കെയോ സംസാരിച്ചു. സാനി, നമുക്കിറങ്ങാം. ഇനി നാം മഞ്ഞിറങ്ങും. ആഷിക സാനിക്കയോട് പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റു. എങ്ങോട്ടാ സാനി? സാറ് സാനിക്കയോട് ചോദിച്ചു. ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പാണ്, വയനാട് സ്റ്റേക്കേഷൻ. സാനിക്ക് പറഞ്ഞു. ഓക്കെ സഫീർ, സി യു. ആഷിക അതും പറഞ്ഞ് സാറിന് കൈ കൊടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ച് നടന്നു. സാനിക്കയും ഷൈമയും കാറിൽ കയറി. ഞങ്ങളെ നോക്കി മുറ്റു നിൽക്കുന്ന സാറിൻ്റെ അൻസിൻ്റെ അടുത്തേക്ക് ആഷിക വീണ്ടും എന്നെ കൊണ്ടുപോയി. സഫീർ, താങ്ക് യു സോ മച്ച്. താനൊന്ന് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് അല്ലുവിനെ കിട്ടിയില്ലായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവർ ആരും വിഷമിക്കരുതെന്ന് കരുതുന്ന അല്ലുവിന് ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലു എൻ്റെ മെഹറിന് മുമ്പിൽ കഴുത്ത് നീട്ടിയത്. നിന്നെയോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടും ഒരിക്കൽ പോലും വേദനിപ്പിക്കുന്ന ഒരു നോട്ടം പോലും എന്നെ നോക്കിയിട്ടില്ല. അല്ലുവിനെ സ്നേഹിക്കാനും അവളാൽ സ്നേഹിക്കപ്പെടാനും ഭാഗ്യം എനിക്കാണ്. അതും പറഞ്ഞ് ആഷികനെ ചേർത്ത് പിടിച്ചു. താൻ തെറ്റുകാരാണെന്ന് പറയുന്നില്ല, തൻ്റെ സിറ്റുവേഷനാണ് കാരണം. പക്ഷെ ഉള്ളിലൊട്ടും സ്നേഹമില്ലാതെ ഒരാൾ നിക്കാഹ് കഴിക്കാമെന്ന് വാക്കുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ സഫീറിനോട് പറയുന്നത് ലീവ് തീർന്ന് ക്ലാസ്സിലെത്തുമ്പോൾ തൻ്റെ സ്നേഹത്തിനായി കൊതിച്ച് നടന്ന പഴയ പുത്തമ്പുരക്കൽ അലീമ സാക്കിറായി അല്ലുവിനെ കാണാതിരിക്കാനാണ്. ഇത് മിസ്സിസ് ആഷിറാണ്, അറക്കൽ ആഷിർ സയ്യിദ് അലിയുടെ പ്രിയ പത്നി ആലിമ ആഷിർ. അത്രയും പറഞ്ഞ് ആഷിക എന്നെയും കൂടി കാറിനടുത്തേക്ക് നടന്നു. ഞാൻ നിറഞ്ഞു മിഴിയാലെ ആ മനുഷ്യനെ നോക്കി. ഷൈമ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ കയറി. കാർ ആ മുറ്റത്ത് നിന്ന് റോഡിലേക്ക് കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ആഷികയെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. ആഷിക എൻ്റെ മുടികളിൽ തലോടി. എത്ര നേരം അങ്ങനെ ഇരുന്നെന്നറിയില്ല. ഒരക്ഷരം പോലും ഞങ്ങളാരും മിണ്ടിയതുമില്ല. സന്ധ്യ ആയതോടെ ആകെ ഇരുട്ടായി. ഞാൻ ആഷികയെ ചേർന്നിരുന്ന് ഉറങ്ങിപ്പോയി. അലൂസേ. ആഷികയുടെ വിളിയാണ് എന്നെ ഉണർത്തിയത്. ഞാൻ അപ്പോഴും ആ നെഞ്ചോരം ചേർന്നിരിക്കുകയായിരുന്നു. ഞാൻ ആഷികയിൽ നിന്ന് വിട്ടുമാറി. കാറിൽ ഞങ്ങളേ ഉള്ളൂ. മുന്നിലുള്ള ചായക്കടയിൽ അവരിരുന്ന് ചായ കുടിക്കുന്ന കണ്ടു. ചായ എടുത്ത് വരട്ടെ? ആഷിക ചോദിച്ച് ഞാൻ വേണ്ട തലയാട്ടി. ഒരു ഹെയർ പിൻ വളവിലാണ് ഇപ്പോൾ ഉള്ളത്. ആകെ മഞ്ഞ് മൂടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ആകെ തണുക്കുന്നു. ഞാൻ കൈകൾ കൂട്ടിത്തിരുമ്മി. എന്താ ലൂസേ, തണുക്കുന്നുണ്ടോ? ആഷികയുടെ ചോദ്യത്തിന് ഞാൻ തലയാട്ടി. ആഷിക ഇറങ്ങി സാനികയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി ടിക്കി തുറന്ന് എന്തോ എടുത്തുകൊണ്ട് വന്നു. ഇന്നാ ഇതിട്ടോ, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം. എൻ്റെ കയ്യിലേക്ക് ഒരു കവർ തന്നുപോയി. ഞാനതിൽ നോക്കി. ഒരു ബേബി പിങ്ക് ഫർഹൂഡി ഡ്രസ്സ്, ഫുൾ സ്ലീവാണ്, തണുപ്പിന് ഇടാൻ പറ്റിയത്. അത് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ഡ്രസ്സിന് മേലെ അതിട്ടു.
ഷാളൂരി ബാക്കിലേക്ക് ഇട്ട് ഡ്രസ്സിലെ ക്യാപ്പിട്ടു. എന്നിട്ട് കാറിൽ ചാരിയിരുന്നു. അപ്പോഴാണ് സാനിക്കയോട് സംസാരിക്കുന്ന ആഷികയെ കണ്ടത്. എന്തൊരു പാവം മനുഷ്യനാണ്. എൻ്റെ മനസ്സിലെ സാറിൻ്റെ ഓർമ്മകളെ സ്നേഹം കൊണ്ടൊരു കോണിൽ ഒതുക്കിയിട്ടില്ലേ. ഇത്രയൊക്കെ അകന്നു നിന്നിട്ടും എന്നെയുള്ള സ്നേഹം സാറിനോട് പറഞ്ഞ ഓരോ വാക്കിലും വ്യക്തമായിരുന്നു. അവസാനം പറഞ്ഞത് ഇപ്പോഴുമുണ്ട് കാതുകളിൽ. അറക്കൽ ആഷിർ സയ്യിദ് അലിയുടെ പ്രിയ പത്നി അലീമ. പാപ്പ അല്ലൂന് എല്ലാം ബെസ്റ്റാണ് തന്നിട്ടുള്ളത്. ഇതിലും അത് തന്നെ ആവർത്തിച്ചു. ദി ഗ്രേറ്റ് ഹസ്ബൻഡ്. ചായയുമായി വരുന്ന ആഷിക്കയെ നോക്കിയിരുന്നു. ആഷിക ഡോർ തുറന്ന് ചായ നീട്ടി. ഞാനത് കുടിച്ചിട്ട് ഗ്ലാസ് കൊടുത്തു. ആഷിക ഗ്ലാസ് കൊടുത്തിട്ട് കാറിൽ കയറി ഡോറടച്ചു. ഞാൻ ആഷിക്കയും വെളിയിൽ നിന്ന് സംസാരിക്കുന്ന ഷൈമയും സാനിക്കയും നോക്കി. അവരെന്താ വരാത്ത? അവരോ അവിടുത്തെ ഭംഗി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ നമുക്ക് പോവാം. അതും പറഞ്ഞ് ഡോർ തുറക്കാനാണ് എൻ്റെ കയ്യിൽ ആഷിക പിടിച്ചു. ഞാൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ നോക്കി. ഒരു കടമുണ്ട് രാവിലത്തെ. ആഷികയുടെ കള്ളച്ചിരിയുള്ള സംസാരം കേട്ടതും എനിക്കാകെ വല്ലാതെ. ഞാൻ ചുറ്റും നോക്കി. ഇപ്പോഴോ ആരെങ്കിലും കാണും? ഞാനത് പറഞ്ഞതും ആഷിക കാറിനുള്ളിൽ ലൈറ്റ് ഓഫാക്കി. ഇടയ്ക്ക് വഴിയിലൂടെ പോകുന്ന വണ്ടികളുടെ ലൈറ്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആഷിക എൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഓക്കെ അല്ലേ? ആഷിക ചോദിച്ചപ്പോൾ ഞാൻ തലയാട്ടി. ആഷിക ഒരു കൈയെടുത്ത് എൻ്റെ ഇടുപ്പിൽ വെച്ചു. ഞാനൊന്ന് അനങ്ങി. ആഷിക കുറച്ചുകൂടെ ചേർന്ന് വന്നു. എന്നെ ഡോറിലേക്ക് ചേർത്ത് വെച്ചു. ഒരു കൈ മുടികൾക്കിടയിലൂടെ എൻ്റെ പിൻകഴുത്തിന് സ്ഥാനം പിടിച്ചു. ആ കണ്ണുകൾ എൻ്റെ ചുണ്ടിലും മുഖത്തുമായി ഓടി നടന്നു. ഞാൻ പതിയെ കണ്ണുകൾ അടച്ചു. ആഷികയുടെ ശ്വാസം എൻ്റെ മുഖത്ത് തട്ടിയതും ഞാൻ കൈയെടുത്ത് ആഷികയുടെ തോളിൽ വെച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആഷികയുടെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കി. ഇടുപ്പിലിരിക്കുന്ന ആഷികയുടെ കൈകൾ അമർന്നു. പിൻകഴുത്തിൽ കൈകൾ വെച്ച് ഉരസി ആഷികയുടെ ചുണ്ടുകൾ എന്നെ ആവേശത്തോടെ പ്രാപിച്ചു. എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ മുറുകി. ഞങ്ങളുടെ ആദ്യത്തെ ചുംബനം. നിമിഷങ്ങൾ കഴിയുന്തോറും എനിക്ക് വല്ലാണ്ട് വന്നു. എൻ്റെ കൈകൾ ആഷികയുടെ തോളിൽ മുറുക്കി. പെട്ടെന്ന് ആഷിക എൻ്റെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അല്പം അകന്നു. ഞാൻ ആ മുഖത്ത് നോക്കാൻ കഴിയാതെ കണ്ണുകൾ താഴേക്ക് വായിച്ചു. ഞങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടിയില്ല. അല്പസമയത്തിന് ശേഷം ആഷികയുടെ ചുണ്ടുകൾ എൻ്റെ നെറ്റിയിൽ പതിഞ്ഞു. ഞാൻ കണ്ണുകളടച്ച് ആ ചുംബനവും സ്വീകരിച്ചു. ആഷിക എൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ ഇരു കൈകളിലും എടുത്ത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാനും. എൻ്റെ ജീവിതം തുടങ്ങിയത് നിന്നോടൊപ്പമല്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നത് നിന്നോടൊപ്പമായിരിക്കും. ആ അവസാന നിമിഷം വരെ ഞാനുണ്ടാവും നിന്റെ കൂടെ. ഞങ്ങൾ ഇരുവരും കണ്ണുകളിലേക്ക് നോക്കി. ഞങ്ങളുടെ ചുണ്ടുകൾ തമ്മിലുള്ള അകലം വീണ്ടും കുറഞ്ഞു വന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ആഷികയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി എന്നിൽ നിന്നും അറിയാതെ ഒരു ശബ്ദമുയർന്നു. എൻ്റെ കൈകൾ ആഷികയുടെ കയ്യിലും തോളിലുമായി ഓടി നടന്നു. ആഷികയുടെ കൈകൾ എൻ്റെ അരയിലും സ്ഥാനമുറച്ചു. ആഷിക എൻ്റെ കഴുത്തിൽ ചുണ്ടുകൾ ഉരസി. ആഷികയുടെ താടിയും മീശയും എന്നിൽ ഇക്കിളി ഉണ്ടാക്കി. ഞാൻ ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങി. എൻ്റെ നേരിയ ശബ്ദം കാറിനുള്ളിൽ നിറഞ്ഞു. ആഷികയുടെ ഫോൺ ബെല്ലടിച്ചതും ഞങ്ങൾ അകന്നു മാറി. ഞങ്ങൾ ചെറുതായി കിതച്ചു. ആഷിക ചുണ്ടു തുറച്ച് എന്നെ ചിരിയോടെ നോക്കി ഫോൺ എടുത്തു. സാനിയ, ആഷിക പറഞ്ഞു. ഞാൻ പുറത്തേക്ക് അവർ നിൽക്കുന്നു നോക്കി. ആഷിക കോള് കട്ടാക്കി. ഡോർ തുറന്ന് അവർ വിളിച്ചു. അവർ വന്നു. ഞാൻ ഡ്രസ്സ് നേരെയാക്കി. ഷൈമെന്നെ വല്ലാണ്ട് ആക്കി ചിരിച്ച് ഞാനും വളിച്ചൊരു ചിരി പാസാക്കി. ആളെയും ഡ്രൈവ് ചെയ്യോ? സാനിക്ക് ചോദിച്ചതും ആഷികനെ നോക്കിയിട്ട് ഇറങ്ങി ഫ്രണ്ട് സീറ്റിൽ കയറി. എന്ത് കാണാൻ ഇരിക്കുക? ഇറങ്ങിപ്പോയി ഫ്രണ്ടിലേക്ക് അല്ലുകൂട്ട. സാനിക്ക് പറഞ്ഞു. ഞാൻ അവരെ നോക്കിയിട്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ പോയിരുന്നു. ആഷിക ചെറുതായിട്ട് സോങ് ഇട്ടു. കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സാനിക്ക ഷൈമയെ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാനിടയ്ക്ക് ആഷിക്കയെ നോക്കി. അപ്പോൾ പുള്ളി എന്നെ നോക്കി എന്താണെന്നുള്ള രീതിയിൽ പൊരികുയർത്തി. ഞാൻ ഒന്നുമില്ലെന്ന് തലയാട്ടി. കുറച്ചു മുമ്പ് നടന്നൊക്കെ മനസ്സിലൂടെ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞതും ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തി. സാനിക്ക് ചെന്ന് എന്തൊക്കെയോ വാങ്ങി കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. എന്താ സാനിക്ക അത്? അതൊക്കെ സർപ്രൈസ്, വഴിയെ മനസ്സിലാവും. ഞാനും ഷൈമയും മുഖത്തോട് മുഖം നോക്കി. അരമണിക്കൂറിന് ശേഷം ഞങ്ങളൊരു ഉൾവഴിയിലേക്ക് കയറി. മുഴുവൻ സീവീടിൻ്റെയൊക്കെ ശബ്ദമാണ്. ഇരു സൈഡിലും തിങ്ങി നിറഞ്ഞ മരങ്ങൾ. ഇരുട്ട് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് വണ്ടി ചെന്ന് നിന്നത് നീലഗിരി എസ്റ്റേറ്റ് എന്ന ബോർഡ് വെച്ച വലിയൊരു ഗേറ്റിന് മുമ്പിലാണ്. ആഷിക ഹോണടിച്ച സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു. അകത്തേക്ക് കയറിയതും അങ്ങിങ്ങായി ചെറിയ കല്ലുകൾ കൊണ്ടുള്ള വീടുകൾ കണ്ടു. വെളിയിലൊക്കെ വിദേശികൾ നിൽപ്പുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നത്. ഞങ്ങൾ കാറിലിരുത്തിയവർ അതിൻ്റെ റിസപ്ഷനിലേക്ക് പോയി. ഞാനും ഷൈമയെ അവിടേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞ് അവർ വന്ന് കാറെടുത്തു. ചെറിയ വീടുകളുടെ ഇടയിലൂടെ വഴിയിലൂടെ നേരെ പോയി. സൈഡിലൊക്കെ അത്യാവശ്യം വലിയ ട്രീ ഹൗസ് ഓരോ വലിയ മരങ്ങളിലും ഉണ്ടായിരുന്നു. ചിലതിലൊക്കെ മഞ്ഞ പ്രകാശവുമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് ഒരു ചെറിയ മതിലിനോട് കൂടിയ ഗേറ്റിന് മുമ്പിലാണ്. സാനിക ചെന്ന് ഗേറ്റ് തുറന്നു. ആഷിക കാർ ഉള്ളിലേക്ക് കയറ്റി. സാനിക ഗേറ്റ് ലോക്ക് ചെയ്ത് വന്നു.
കാർ ഓഫാക്കി ആഷിക്കയും ഇറങ്ങി. ഞങ്ങൾ പറയാൻ നിങ്ങൾ ഇറങ്ങണ്ട കേട്ടോ. അതെന്താ? സാനിക്ക പറഞ്ഞ് ഞാൻ ചോദിച്ചു. നോ ക്വസ്റ്റ്യൻസ്, വെയിറ്റ് ആൻഡ് സീ. അതും പറഞ്ഞ് അവർ കാറിന് മേലെ ഒരു കവറിട്ടു. എന്നിട്ട് ഡിക്കി തുറന്ന് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഞാനും ഷൈമയും ആകെ ത്രില്ലിലാണ്. ഡി, നേരത്തെ എന്തായിരുന്നു? ഷൈമ ചിരിയോട് ചോദിച്ചു. അത് കിസ്സടിച്ചോ? അവൾ ചോദിച്ചാൽ തലയാട്ടി. ആഹാ, അപ്പൊ ഇന്നൊരു തകർക്കലുണ്ടല്ലോ. എനിക്കാകെ നാണായി. ഞാൻ ചിരിയോട് അവളുടെ തലയിൽ തട്ടി. ഞങ്ങൾ പിന്നെയും കുറേ നേരം സംസാരിച്ചിരുന്നു. പെട്ടെന്നാണ് കാറിന്റെ കവർ മാറ്റിയത്. വാ. ആഷിക വന്ന് ഞങ്ങളെ വിളിച്ചു. ഞാനും ഷൈമയും ഇറങ്ങി. ചുറ്റിനെ നോക്കിയതും ഞങ്ങളാകെ അന്തിച്ചു പോയി. അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടെ. ഗേറ്റിനോട് ചേർന്നുള്ള മതിലിന് 3 വശങ്ങളേ ഉള്ളൂ. 4ാമത്തെ വശം പാറക്കെട്ടുകളാണ്. അതിൽ നിന്ന് അത്യാവശ്യം ശക്തിയുടെ വെള്ളം താഴെയുള്ള ചെറുതല്ലാത്തൊരു കുളത്തിലേക്കാണ് വീഴുന്നത്. അതിന് കുറച്ചു മാറി ഇരുവശത്തുമായി 2 വിധം വലിപ്പമുള്ള 2 കൽവീടുകൾ. വീടുകൾക്ക് നടുവിൽ തടിയുടെ മേശയും 4 തടിയുടെ സ്റ്റൂളും. അതിലെന്തൊക്കെയോ ഫുഡും പാത്രങ്ങളും ഉണ്ട്. അതിനടുത്തായി തീ കൂട്ടിയിട്ടുണ്ട്. വലുതും ചെറുതുമായ മരങ്ങൾ അവിടെ അവിടെയായി ഉണ്ട്. അത് കണക്ട് ചെയ്യുന്ന പോലെ വൈറ്റ് ആൻഡ് ഗോൾഡ് ലെയർ LED ലൈറ്റുകളും. ആകെപ്പാട് വണ്ടറടിച്ച് നിൽക്കുവാണ് ഞാനും ഷൈമയും. ആഷിക വന്നെൻ്റെ തോളിൽ കൈയിട്ടു. ഇഷ്ടമായോ? ഒരുപാട്. അതും പറഞ്ഞ് ഞാൻ ആഷിക ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു? ഷൈമ അത്ഭുതത്തോട് ചോദിച്ചു. അതാണ് ഞങ്ങളുടെ കഴിവ്, സാനിക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാ, എന്തൊരു സ്നേഹം. ഒരമ്മ പറ്റ അളിയന്മാരാണെന്നേ പറയൂ. ഞാനത് പറഞ്ഞ എല്ലാവരും ചിരിച്ചു. അളിയ, എന്നാൽ ഫ്രഷായി വന്ന് ഫുഡ് കഴിക്കാം. സാനിക്ക് പറഞ്ഞു. ഓക്കെ പറഞ്ഞ് 2 വീടുകളിലേക്കായി കയറി. വീടിന് മുമ്പിൽ വള്ളിച്ചെടികൾ തൂണിലൂടെ കയറിയിട്ടുണ്ട്. മുന്നിലൊരു റാന്തലും. ആഷിക ആ മരത്തിന്റെ ഡോർ തുറന്നു. ഒരു ഇടനാഴിയിലേക്കാണ് ഞങ്ങൾ കയറിയത്. ഭിത്തി മുഴുവൻ കല്ലാണ്. ഇടനാഴിയിലൊരു ഡോറ്. അത് ബാത്റൂമാണ്. ഇടനാഴി തീരുന്ന ഒരു വലിയ ബെഡ്റൂമിലേക്ക്. ബെഡ്റൂം ബാത്റൂമാണ് ആകെയുള്ളത്. ബെഡ്റൂമിൽ മുഴുവൻ മങ്ങിയ വെളിച്ചമാണ്. ഒരു സൈഡിൽ ചെറിയ ടീപ്പോയും 2 കുഷ്യനും സോഫാ സെറ്റുകളും. അതിനോട് ചേർന്നുള്ള ഭിത്തി ഫുൾ കർട്ടനാണ്. ആഷിക ചെന്ന് കർട്ടൻ മാറ്റി. ഫുൾ ഗ്ലാസ് ആണ്. ഇടയ്ക്കൊരു ഡോറും. അതിനപ്പുറം വെളിയിൽ വെള്ളച്ചാട്ടവും കുളവും കാണാം. ഈ പുറത്തായി വലിയൊരു ബെഡ് ഭിത്തിയോട് ചേർന്ന് ഇട്ടിട്ടുണ്ട്. അതിന് ചുറ്റും നെറ്റും. ബെഡിൽ ഫുൾ റെഡ് റോസ് പെറ്റൽസ്. ഒരു സൈഡിലായി തീ കായാനുള്ള സംവിധാനവും ഉണ്ട്. അതിനടുത്ത് ഞങ്ങളുടെ ലഗേജ് വെച്ചിട്ടുണ്ട്. ഞാൻ മുറിയാകെ നോക്കി. പെട്ടെന്ന് ആഷിക വന്നെൻ്റെ പിന്നിൽ കൂടി അരയിൽ കൈയിട്ടുന്ന കെട്ടിപ്പിടിച്ചു. എൻ്റെ ഹുഡി ഡ്രസ്സിൻ്റെ ക്യാപ്പ് മാറ്റി മുടി മുന്നിലേക്ക് ഇട്ട് പിൻകഴുത്തിൽ മുഖമമർത്തി. ഞാൻ ചെറുതായിട്ട് ചിരിച്ചു. ആഷികയുടെ മുഖം പിൻകഴുത്തിൽ കൂടി ഓടി നടന്നു. കൈകൾ വയറിൽ കുസൃതി കാട്ടാൻ തുടങ്ങി. ഞാൻ ആഷികയുടെ നേരെ തിരിഞ്ഞു നിന്നു. ആഷിക എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് വിശക്കുന്നു. ഞാൻ പറഞ്ഞത് ആഷിക ചിരിക്കാൻ തുടങ്ങി. എന്നെ വിട്ട് ആഷിക എൻ്റെ കവിളിൽ പിടിച്ച് വലിച്ചു. ഞാൻ വേദനിച്ച് ചെറുതായിട്ട് ഒച്ച വെച്ചു. ചെല്ല്, ഫ്രഷായി വാ. ഞാൻ തലയാട്ടി. ലഗേജിൽ നിന്ന് ഒരു നൈറ്റ് വെയർ എടുത്തു. ഞാൻ ആഷികയെ നോക്കി ചിരിച്ചിട്ട് ബാത്റൂമിൽ കയറി. ബാത്റൂം കണ്ട് ഞാൻ അന്തം വിട്ടു. ബാത്റൂമിൽ നടക്കായി വലിയൊരു മരം. ആ മരത്തിൻ്റെ സ്പേസ് വിട്ടിട്ട് മേളിൽ ഫുൾ ഗ്ലാസ്, താഴെ ഫുൾ മണ്ണ്. ബാത്ത് ടബിലേക്കും ഷവറിനടുത്തേക്കും ടോയ്ലറ്റ് സ്പേസിലേക്കും ഇടവിട്ട് കട്ടകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ചുറ്റും നോക്കി. ഭിത്തിയിൽ വള്ളിച്ചെടികൾ വളർത്തിയിട്ടുണ്ട്. 2-3 റാന്തലുകൾ തൂക്കിയിട്ടുണ്ട് വെട്ടത്തിനായി. ഞാൻ കയറിയ സ്പീഡിൽ പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് വന്നു. എന്തേ? എന്നെ കണ്ടത് ആഷിക സോഫയിൽ നിന്ന് എണീറ്റു. എനിക്കവിടെ ഫ്രഷാവും പേടിയാ. എന്താ? എന്തു പറ്റി? അവിടെ ഉള്ളിൽ വലിയൊരു മരം, പിന്നെ താഴെയൊക്കെ മണ്ണ്, ഭിത്തിനും ചെടിയിലൊക്കെ, മുകളിൽ ഗ്ലാസ്. വല്ല പാമ്പോ വല്ലോ. എന്നെ നിപ്പ് കണ്ടിട്ടാണ് തോന്നുന്നു ആഷിക ചിരിക്കുന്നുണ്ട്. ഞാൻ വരണോ കൂട്ടിന്? ആദ്യം ചോദിച്ച ആഷിക എൻ്റെ അടുത്തേക്ക് വന്നു. മീശ വിരിച്ച് കള്ളച്ചിരിയോടുള്ള വരവുണ്ട്. ഞാൻ പുറകിലേക്ക് നടന്നു. ഞാൻ പുറകിലേക്ക് മാറും തോറും ആഷിക എന്നിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഞാൻ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി നിന്നു. ആഷിക വന്നെന്നെ അരക്കെട്ടിൽ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. ഞാൻ കുതിറിക്കൊണ്ടിരുന്നു. ആഷിക അകത്തേക്ക് കയറി ഡോറടച്ചു. അപ്പോഴും ആഷികയുടെ കൈകൾ ബലമായി എന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ആഷിക എന്നെ അകത്തുള്ള ആ വലിയ മരത്തിലേക്ക് ചേർത്ത് നിർത്തി. ആഷികയുടെ കണ്ണുകൾ എന്നിൽ ഓടി നടന്നു. ആഷിക, ഞാൻ വിറയിലോടെ വിളിച്ചു. ആഷികയുടെ മുഖം എൻ്റെ കഴുത്തിലേക്ക് അടുപ്പിച്ച് അവിടേക്ക് നാവ് കൊണ്ട് ഉരസി. എൻ്റെ കയ്യിൽ നിന്നും ഡ്രസ്സൊക്കെ താഴേക്ക് വീണു. ഞാൻ ആഷികയെ ചുറ്റി പിടിച്ചു. ആഷിക ടോപ്പിനുള്ളിലൂടെ എൻ്റെ വയറിൽ തലോടിക്കൊണ്ട് എൻ്റെ കഴുത്തിൽ കിസ് ചെയ്തുകൊണ്ടിരുന്നു. ആഷിക മുഖമുയർത്തി നോക്കി. ഞാൻ മുഖം കുനിച്ചു നിന്നു. ആഷിക പെട്ടെന്ന് ടീഷർട്ട് ഊരി മാറ്റി. പടച്ചോനെ, ഇങ്ങേരിത് എന്തോന്നാ കാണിക്കുന്നേ? ടീഷർട്ടും താഴെ കിടന്നതിൻ്റെ ഡ്രസ്സും എടുത്ത് ഹാങ്ങറിലിട്ടു. വീണ്ടും അടുത്തു വന്ന് നിന്നു. ചുറ്റിപ്പിടിച്ചു. ആഷിക ടോപ്പിനുള്ളിലൂടെ എൻ്റെ വയറിൽ തലോടിക്കൊണ്ട് എൻ്റെ കഴുത്തിൽ കിസ് ചെയ്തുകൊണ്ടിരുന്നു. ആഷിക മുഖമുയർത്തി നോക്കി.
ഞാൻ മുഖം കുനിച്ച് നിന്നു. ആഷിക പെട്ടെന്ന് ടീഷർട്ട് ഊരി മാറ്റി. പടച്ചോനെ, ഇങ്ങേരിത് എന്തോന്നാ കാണിക്കുന്നത്? ടീഷർട്ടും താഴെ കിടന്ന എൻ്റെ ഡ്രസ്സും എടുത്ത് ഹാങ്ങറിലിട്ടു. വീണ്ടും അടുത്തു വന്ന് നിന്നു. ബാത്ത് ടബ് ഓർ ഷവർ? ആഷിക പുരികമെത്തി ചോദിച്ചു. ഞാൻ നിന്ന് പരിങ്ങി. ഷവർ, ഞാൻ കുളിച്ചു വരാം, ഇക്ക പോയിക്കോ. ഞാൻ ആഷിക്കയെ ഓടിക്കാൻ നോക്കി. അച്ചോടാ, അല്ലൂസ് അങ്ങനെ ഒറ്റ കുളിക്കണ്ട, പേടിയല്ലേ? ഇല്ല, ഇപ്പൊ പേടിയില്ല. ഉണ്ട്, മുഖം കണ്ട അറിയാലോ. അതും പറഞ്ഞ് ആഷിക ചിരിയോടെ എന്നെ കോരിയെടുത്തു. ഞാൻ വീഴാതിരിക്കാനായി ആഷിക്കയുടെ തോളിൽ കൈയിട്ട് ചുറ്റി. എന്താ കാണിക്കുന്നേ? ആഷിക ഷവറിനടിയിൽ എന്നെ കൊണ്ട് നിർത്തി. ഞാൻ ആഷിക്കയെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ഷവറിൽ നിന്നും വെള്ളം ഞങ്ങൾ രണ്ടുപേരെയും നനച്ചു തുടങ്ങി. ഞാൻ തണുപ്പുകൊണ്ട് ആഷികയെ ചുറ്റിപ്പിടിച്ചു. ആഷിക്കയുടെ നെഞ്ചിൽ എൻ്റെ മുഖം അമർത്തി വെച്ചു. എനിക്കാകെ നാണവും പേടിയും തോന്നുന്നുണ്ട്. ആഷിക എന്നെ നേരെ നിർത്തി. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും പൂർണ്ണമായും നനഞ്ഞു. ആഷിക്കയുടെ കൈകൾ എൻ്റെ ബാത്റൂമിൻ്റെ കെട്ടിൽ പിടുത്തമിട്ടു. ഞാൻ മുഖമുയർത്തി നോക്കി. ആകെ നനഞ്ഞ മുഖത്തേക്ക് മുഴുവൻ വീണ് കിടക്കുന്ന മുടി ഒരു കൈ കൊണ്ട് പുറകിലേക്കാക്കി ആഷിക ബാത്റൂമിൻ്റെ കെട്ടഴിച്ചു. അത് ഇരു സൈഡിലേക്കും നീങ്ങി. ഞാനൊന്ന് പുറകിലേക്ക് മാറി. ആഷിക എന്നെ വലിച്ചടുപ്പിച്ചു. എൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കി. ഷവറിൽ നിന്ന് വീഴുന്ന ഓരോ വെള്ളത്തുള്ളിക്കുമൊപ്പം ആഷികയും എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തും ചുണ്ടുകളാൽ സ്പർശിച്ചു. എൻ്റെ ശബ്ദം ആ മുറിയാകെ നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ആഷിക നേരെ നിന്ന് എന്നെ നോക്കി. സൈഡിലെ ഷെൽഫിൽ നിന്നും ഷവർ ജെല്ലെടുത്ത് എന്നെ നോക്കി. ഞാൻ നാണത്തോടെ മുഖം കുനിച്ചു. അളിയാ, അല്ലു. സാനിക്കയുടെ ഡോൾ തട്ടിയുള്ള വിളിയേട്ട് ഞാൻ ആഷികയെ നോക്കി. ആഷിക അത് കേട്ട ഭാവമില്ല. വീണ്ടും എന്നിലേക്ക് അടുത്തു. ഞാൻ പിടിച്ച് പിന്നിലേക്ക് തള്ളി. അവര് വിളിക്കുന്നു, മതി പോക്കേ. ഞാൻ കുളിച്ചില്ലടി. അതും പറഞ്ഞുള്ള ആഷികയുടെ നിപ്പ് എനിക്ക് ചിരി വന്നു. ഇത്രയും കുളിച്ചാൽ മതി, പോയേ. ആഷിക ഷവർ ജെല്ല് അവിടെ വെച്ച് എൻ്റെ ചുണ്ടുകളെ വീണ്ടും സ്വന്തമാക്കി. ഞാൻ പിടിച്ചു മാറ്റി. ആഷിക മുഖം കുറിപ്പിച്ച് ടീഷർട്ടും എടുത്ത് ഡോറിനടുത്തേക്ക് പോയി. രാത്രി വെച്ചിട്ടുണ്ട് നിനക്ക്, ചിരിയോടെ പറഞ്ഞ് ഡോർ തുറന്ന് ആഷിക വെളിയിലിറങ്ങി. ഞാൻ ഡോറടച്ച് ഷവറിനടിയിൽ വന്നു. എന്താണ് സംഭവിച്ചത്? വീണ്ടും ഓർത്തും എനിക്കാകെ ചിരി വന്നു. പിന്നെ വേഗം കുളിച്ച് ഞാൻ ഇറങ്ങി. നൈറ്റ് വെയർ എടുത്തിട്ടു. റൂമിൽ ആരുമില്ല. ഞാൻ ഡോർ തുറന്നിറങ്ങി. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ഞാനും ചെന്നിരുന്നു. എന്തൊരു കുളിയാടി, അല്ലേ കുളിക്ക പോലും ഇല്ല. ഷൈമ എന്നെ കളിയാക്കി. ഞാൻ ആഷിക്കയെ നോക്കിയതും പുള്ളി ചിരിയോടെ എന്നെ നോക്കിയിരിക്കുവാണ്. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. സൈഡിലെ വെള്ളച്ചാട്ടവും കുളവും കണ്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് സാനിക്ക സമ്മതിച്ചില്ല. രാത്രി കുറേ ആയപ്പോൾ സാനിക്ക കിടക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടതും ആഷിക്ക എന്നെ നോക്കി. ഞാൻ നോട്ടം മാറ്റി. ഞങ്ങൾ വീട്ടിലേക്ക് കയറിയതും ഡോറടച്ച് ആഷിക്കൻ്റെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടിട്ടു. ഞാൻ ബെഡിൽ കിടന്ന് അങ്ങേരെ നോക്കി. ആഷിക്ക വന്ന് ബെഡിൽ ചാരിയിരുന്നു. എന്നെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി. ഞങ്ങൾ രണ്ടാളും ഗ്ലാസ്സിനപ്പുറമുള്ള വെള്ളച്ചാട്ടം നോക്കിയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നേരത്തെ? ആഷിക്ക എൻ്റെ ചെവിയിൽ ഊതിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ആഷിക്കാൻ്റെ വയറിൽ പിച്ചി. ആ യക്ഷി. ആഷിക്ക വയർ തടവി. ഞാൻ ഉറക്കി ചിരിച്ചു. അപ്പോഴേക്കും ആഷിക്കയുടെ കൈ എൻ്റെ നൈറ്റ് വെയറിനുള്ളിലൂടെ എൻ്റെ വയറിൽ കൈകൾ അമർത്തി. ഞാൻ ഒന്നുകൂടെ ആ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. നമ്മൾ ഫിസിക്കലി ഒന്നാവുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ലുവിനോട്. അത് പറഞ്ഞതിനോടൊപ്പം ആഷിക വയറിൽ വെച്ചിരുന്ന കൈ മാറ്റി. ഞാൻ നേരെ ഇരുന്ന ആഷിക്കയെ നോക്കി. ഇത്രയും നേരം ഉണ്ടായിരുന്ന കുസൃതിയോ സന്തോഷമോ മുഖത്തില്ല. എന്ത് കാര്യ? അത് എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. ഇത്ര ദിവസം പറയാൻ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നാണ് സത്യത്തിൽ നമ്മൾ ഇത്ര അടുപ്പായത്. ഇത്ര ദിവസം തൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ടാ ഇത് പറയാതെ വെച്ചത്. എന്താ ആഷിക, എന്നെ വെറുതെ ടെൻഷൻ ആക്കല്ലേ. എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. എൻ്റെ ലൈഫിൽ, എൻ്റെ ഹൃദയത്തിൽ നിനക്ക് മുമ്പ് സ്ഥാനം പിടിച്ച ഒരു പെണ്ണുണ്ട്. അത് കേട്ടതും ഉള്ളിലൊരു ഞെട്ടലുണ്ടായി. അതിലേറെ ആഷിക്കയുടെ മുഖത്തെ വേദന അതെന്നെ അവൾ ആഷിക്കാക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തന്നു. ആരാ ഇപ്പോ? ഏയ് ഇപ്പോ അല്ല, അതൊക്കെ കഴിഞ്ഞ കഥയാ. പക്ഷേ നമ്മൾ ഒരുമിക്കുന്നതിന് മുമ്പ് ഇത് അല്ലു അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല എന്ന് കേട്ടതും സമാധാനമായി. എന്നാലും എന്തോ നെഞ്ചിൽ കുത്തുന്ന പോലെ. രഹന എന്നായിരുന്നു പേര്. ഞാൻ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ ആയപ്പോഴാണ് അവൾ ഫസ്റ്റ് ഇയർ അവിടെ വന്നത്. ചുമ്മാ റാഗിയാൻ വിളിച്ചാണെങ്കിലും അവിടെ ആ ചിരി അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചു. അന്ന് അവളെ റാഗിയാതെ വിട്ടപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പോയി. പക്ഷെ അന്ന് മുഴുവൻ അവളായിരുന്നു എൻ്റെ ഉള്ളിൽ. പിന്നീടുള്ള 3 വർഷവും ആ ഇടയ്ക്ക് തന്നെ അവളോടുള്ള ഇഷ്ടം പറഞ്ഞ് ഞാൻ എൻ്റെ ഒപ്പം കൂട്ടി. എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ അവൾ തേർഡ് ഇയർ എത്തി. എങ്കിലും ഞങ്ങളുടെ പ്രേമം ഒരലച്ചിലും വരാതെ മുന്നോട്ട് പോയി. ആ ഇടക്കാണ് ട്രെയിനിങ്ങിനായി ഞാൻ ബാംഗ്ലൂരിൽ പോയത്. പക്ഷെ അപ്പോഴേക്കും അവൾക്ക് വീട്ടിൽ പ്രപ്പോസൽ വന്നു തുടങ്ങിയിരുന്നു. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു.
വീട്ടുകാർ വഴി ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പാഴായി. അവസാനം ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ആഷിക അതും പറഞ്ഞ് എന്നെ നോക്കി. ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു അവൾ ആഷിക്കാക്ക് ആരായിരുന്നു എന്ന്. എന്നെ അതുപോലെ സ്നേഹിക്കാൻ ഇനി പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? എനിക്ക് കഴിയുന്നില്ലേ? അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി എല്ലാം മറക്കാൻ തുടങ്ങി. അപ്പോഴാണ് പഴയൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കെട്ടാമോ എന്ന് എൻ്റെ ഉമ്മി ചോദിച്ചത്. ആളെ പറഞ്ഞു തന്നോ ആളുടെ സിറ്റുവേഷൻ അറിഞ്ഞപ്പോഴും കെട്ടിയേക്കാന്ന് വിചാരിച്ചു. ആഷിക അതും പറഞ്ഞ് പുഞ്ചിരിയോടെ എന്നെ നോക്കി. ഞാൻ ഞെട്ടി ആഷികയെയും. ആഷിക എന്താ പറഞ്ഞ? ഞാൻ ഞെട്ടലോടെ ചോദിച്ചു. എന്ത്? ആഷിക കൂളായി എന്നോട് ചോദിച്ചു. നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ? ഞാൻ ആഷികയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് ചോദിച്ചു. അതേന്ന് തലയാട്ടി. എനിക്ക് ഓർമ്മയില്ല. നിന്റെ ഉമ്മ മരിക്കും വരെയും ഞാനും ഉമ്മയും നിന്റെ വീട്ടിലെപ്പോഴും വരുമായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഓർമ്മകൾ പിന്നോട്ടേക്ക് പോയി. ആഷിക എന്ന് വിളിച്ച് നീ എൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു, ഓർമ്മയില്ലേ? കണ്ണുകൾ തുറന്ന് ഞാൻ ആഷികയെ നോക്കി. അതെ, ശരിയാണ്. ആഷികയുടെ ഉമ്മ അന്ന് ഉമ്മയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ചിന്തിക്കാനുള്ള അവസ്ഥയായിരുന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഉമ്മയുടെ കൂട്ടുകാരിയും അവരുടെ മകനും എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. ഉമ്മയുടെ കൂടപ്പിറപ്പിനെ പോലെയാണെന്ന് ഉമ്മ എപ്പോഴും പറയുമായിരുന്നു. ആഷിക ഫോൺ എടുത്തൊരു ഫോട്ടോ കാണിച്ചു. ചെറുപ്പത്തിലെടുത്താണ്. ആഷികയുടെ മുടിയിൽ പിടിച്ച് വലിച്ചു നിൽക്കുന്ന ഞാൻ അറിയാതെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ആഷിക, നിങ്ങൾ പിന്നെ രഹനയെ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഉള്ളിലെ കുശുംബിയായ ഭാര്യ ഉണർന്നു. ഇല്ല. അന്വേഷിച്ചില്ലേ? എന്തിന്? മറ്റൊരാളുടെ ഭാര്യയാണാവും. എവിടെയാണെങ്കിലും സുഖമായിട്ട് ഇരിക്കട്ടെ. ഞാൻ ആഷികയുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. ആഷിക എന്നെ പിടിച്ച് മടിയിലിരുത്തി. ഇനി നമ്മുടെ സംസാരത്തിൽ ഒരിക്കൽ പോലും പാസ്റ്റ് വരാൻ പാടില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞാനും നീയും മാത്രം. ആഷിക അത് പറഞ്ഞ് എൻ്റെ മുടിയിലെ ബുഷ് ഊരിയെടുത്തു. മുടി വിടർന്നു കിടന്നു. ആഷിക അതിലേക്ക് മുഖം ചേർത്തു. ഞാൻ ആഷികയെ തള്ളിമാറ്റി സോഫയിൽ പോയിരുന്നു. ആഷിക അടുത്തേക്ക് വന്ന് മുട്ടിലിരുന്ന് എൻ്റെ വയറിൽ മുഖമമർത്തി. ഞാൻ ആഷികയെ തള്ളി നിലത്തേക്കിട്ട് എണീറ്റ് ഓടാൻ നോക്കി. ആഷിക എന്നെ പിടിച്ച് ഗ്ലാസ് വോളിലേക്ക് ചേർത്ത് നിർത്തി. എൻ്റെ അരയിൽ കൈയമർത്തി എന്നെ പൊക്കിയെടുത്തു. ഞാൻ ആഷികയുടെ കഴുത്തിൽ കൈയിട്ടു. കാലുകൾ ആഷികയുടെ ഇടുപ്പിൽ ചുറ്റിവെച്ചു. ആഷിക മുടി ഒരു കൈകൊണ്ട് വകഞ്ഞു മാറ്റി. ആഷികയുടെ ചുണ്ടുകൾ എൻ്റെ കഴുത്തിലും അവിടുന്ന് മാറിലേക്ക് ഓടി നടന്നു. ഞാൻ ആഷികയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. ഞാൻ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആഷിക എൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കി. ശ്വാസം മുട്ടുന്നവരെ ആഷിക എൻ്റെ ചുണ്ടുകളെ ആസ്വദിച്ചു. ഞാനും ആഷികയുടെ ചുണ്ടുകളിൽ കടിച്ചു. ആഷിക വേഗം ചുണ്ടുമാറ്റി. പൊട്ടിയോ എന്ന് നോക്കി ഞാൻ ഉറക്കി ചിരിച്ചു. ആഷിക എന്നെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. എണീറ്റ് നിന്ന് ടീഷർട്ട് ഊരി ചെയറിലേക്ക് ഇട്ടു. എന്നിട്ട് എൻ്റെ മേലേക്ക് കിടന്നു. ആഷികയുടെ ശരീരത്തിൻ്റെ ചൂട് എന്നിലേക്കും പകർന്നു. വീണ്ടും ആഷിക എന്നെ ചുണ്ടുകൾ കൊണ്ട് ഇക്കിളിപ്പെടുത്തി. എൻ്റെ ശബ്ദങ്ങളും ശ്വാസഗതിയും ഉയർന്നു വന്നു. രാത്രിയിൽ എപ്പോഴും ഞാൻ എൻ്റേത് മാത്രമായി സൂക്ഷിച്ചതൊക്കെ എൻ്റെ മഹറിൻ്റെ അവകാശി സ്വന്തമാക്കി. അല്ലൂസേ. ആഷികയുടെ വീട് കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. ആഷികയുടെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് ഉറങ്ങിയായിരുന്നു ഞാൻ. ഒരു പുതപ്പിനടിയിൽ ഞങ്ങൾ ആദ്യമായി. കഴിഞ്ഞുപോയ മണിക്കൂറുകൾ ഓർത്തു എനിക്ക് നാണം വന്നു. ക്ഷീണിച്ചോ? ആഷിക ചോദിച്ചതും ഞാൻ മുഖം ആഷികയുടെ നെഞ്ചിൽ ഉരസി. പതിയെ ആ രോമത്തിൽ കടിച്ചു. നിന്നെ ഞാൻ. അതും പറഞ്ഞ് ആഷിക വീണ്ടും എന്നിലേക്ക് പ്രണയത്തോടെ പടർന്നു കയറി. രാവിലെ ഉണർന്നപ്പോൾ ശരീരത്തിൽ എവിടേക്കോ നീറ്റൽ അനുഭവപ്പെട്ടു. ഞാൻ പുതച്ചെണീറ്റ് ബെഡിലിരുന്ന് നിലത്തിടുന്ന എൻ്റെ നൈറ്റ് വെയർ എടുത്തിട്ടു. രാത്രിയിൽ നടന്നൊക്കെ ഓർത്ത് കുറേ നേരം പുഞ്ചിരിയോടെ ഇരുന്നു. ആഷികയെ നോക്കിയപ്പോൾ നല്ല ഉറക്കാണ്. ആഷികയെ നല്ലോണം പുതപ്പിച്ച് കിടത്തി. ഞാൻ ഫ്രഷായി വന്നു. അപ്പോഴാണ് ഗ്ലാസ് ഡോറിന് അപ്പുറത്തുള്ള വെള്ളച്ചാട്ടവും കുളവും കണ്ടത്. രാത്രിയേക്കാൾ മനോഹരമായിരുന്നു രാവിലെ. ഞാൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ചുറ്റിന് നോക്കി. കുറച്ച് ദൂരെ വന്ന വഴികളിലൊക്കെ മരങ്ങളിൽ വലിയ ട്രീ ഹൗസ് കാണാം. ബാക്കി മുഴുവൻ തിങ്ങി നിറഞ്ഞ മരമാണ്. ഞാൻ സാനിക്കയുടെയൊക്കെ വീട്ടിലേക്ക് നോക്കി. ഇല്ല, എണീറ്റിട്ടില്ല. ഞാൻ കുളത്തിലേക്ക് കാലുകൾ ഇറക്കി നിന്നു. നല്ല തണുപ്പുണ്ട്. പെട്ടെന്നാണ് എൻ്റെ അരയിൽ കൈകൾ ഇറുകിയത്. ഞാൻ ചിരിയോടെ നിന്നു. എന്താണല്ലോ, ക്ഷീണമൊക്കെ മാറിയോ? എൻ്റെ കാതിൽ ആഷിക ചോദിച്ചു. ഞാൻ ചിരിച്ചു. ആഷികയും കുളത്തിലെ വെള്ളത്തിൽ കാലുമുക്കി നിന്നു. ആഹാ, രണ്ടാളും രാവിലെ നല്ല റൊമാൻസിലാണല്ലോ. പുറകിൽ നിന്നുള്ള ചോദ്യം കേട്ടതും ഞങ്ങൾ നോക്കി. സാനിക്കയും ഷൈമയും അവരും വന്ന് അവിടെ നിന്നു. സമയം 9 ആയതോടെ വെയിൽ കൂടി. അതോടൊപ്പം മഞ്ഞെല്ലാം ഇറങ്ങി. നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങൾ പോയി ഫുഡ് എടുത്ത് വരാം. അതും പറഞ്ഞ് അവർ ഞങ്ങൾ ഇന്നലെ വന്ന വഴിയിൽ കൂടി നടന്നു. ഞാനും ഷൈമയും അവിടെയുള്ള ഒരു തടിബെഞ്ചിലിരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഈ അടുത്ത കാലത്ത് വല്ലതും നടക്കുമോ? ഷൈമ ചോദിച്ചു. ഞാൻ അവളെ നോക്കി. എന്തേ, നിങ്ങളുടെ അടുത്ത് നടന്നില്ലേ? ഇത്രയും തണുപ്പ് തോന്നിയിട്ട് നിന്റെ സാനിക്ക കൺട്രോൾ ഉണ്ടാവും തോന്നുന്നുണ്ടോ? അവളത് പറഞ്ഞു. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഞങ്ങളതും കഴിഞ്ഞു. സീരിയസ്ലി?
ഷൈമ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പുഞ്ചിരിയോടെ തലയാട്ടി. അതാണ് മോളുടെ മുഖത്ത് ഇത്ര തിളക്കം. ഈ പറഞ്ഞ തിളക്കം നിന്റെ മുഖത്തും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചു. പെട്ടെന്നാണ് ഒരു വിസിലടി കേട്ടത്. ഞങ്ങൾ ചുറ്റിനും നോക്കി. ആരുമില്ല. വീണ്ടും കേട്ടു. എനിക്കും ഷൈമാക്കും പേടിയായി. മതിലുണ്ടെങ്കിലും അത് ചെറുതാണ്. ഫുഡ് എടുക്കാൻ പോയവരെ കാണുന്നില്ല. പെട്ടെന്നാണ് രണ്ടുപേരും മതിൽ ചാടി അകത്തേക്ക് വന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു. ആഹാ, എന്താണ് മക്കള്, ഒറ്റയ്ക്കേ ഉള്ളൂ? ഒരാൾ ചോദിച്ചതും ഞാനും ഷൈമയും പുറകിലേക്ക് മാറി. വേണേ ഞങ്ങളൊരു കൂട്ട് തരാം. നിങ്ങൾ ആരാ? ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് പ്ലേസ് ആണ്, മര്യാദക്ക് ഇറങ്ങിപ്പോ. ഞാൻ അവന്മാരുടെ ദേഷ്യത്തിൽ പറഞ്ഞു. ആഹാ, മോള് ചൂടിലാണല്ലോ. ആ, ഈ തണുപ്പത്ത് കുറച്ച് ചൂട് നല്ലതാ. അതും പറഞ്ഞ് അവന്മാര് ചിരിച്ചു. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഇപ്പോൾ വരും. ഷൈമ അവരോട് അപേക്ഷ പോലെ പറഞ്ഞു. ഓ, അപ്പൊ ഫ്രഷല്ല, സാരമില്ല. ദേ, വെറുതെ വഴക്കിടല്ലേ, ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ ചോദിക്കട്ടെ. അതും പറഞ്ഞു ഇത്തരം ഷൈമയുടെ കയ്യിൽ കയറി പിടിച്ചു. ഞാനും ആകെ പേടിച്ചു. പടച്ചോനെ, ഇവരിത് എവിടെ പോയി? ഞാൻ അയാളെ തള്ളിയിട്ട് ഷൈമയും കൊണ്ട് ഞങ്ങളുടെ വീടിനടുത്തേക്ക് ഓടി. പക്ഷെ അപ്പോഴേക്ക് ഒരുത്തൻ എന്റെ മുടിയിൽ പിടുത്തമിട്ടു. എന്നെ പുറകിലേക്ക് വലിച്ചു. അവൻ എന്നെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. എന്നിലേക്ക് അവൻ അടുക്കാൻ തുടങ്ങി. പരമാവധി ശ്രമിച്ചിട്ടും അവനെ തള്ളിമാറ്റാനായില്ല. ഷൈമയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. പടച്ചോനെ, എന്തൊക്കെയാ നടക്കുന്നത്? അവന്റെ മുഖം എന്റെ ദേഹത്തേക്ക് അടുപ്പിച്ചതും അവൻ തെറിച്ച് സൈഡിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. ഞാൻ നോക്കിയതും സാനിക്കയും ആഷിക്കയും. ആഷിക്ക കലിയോടെ അവനെ പിടിച്ച് നേരെ നിർത്തി. അവന്റെ മൂക്കിനിട്ട് കൈ ചുരുട്ടി ഇടിച്ചു. നീ എന്റെ പെണ്ണിനെ തൊടും അല്ലടാ പൊന്ന. അതും പറഞ്ഞ് ആഷിക്ക അവനെ വീണ്ടും ഇടിച്ചു. പെട്ടെന്നാണ് ഷൈമയെ നോക്കിയത്. അയാളെയും അവളെയും കാണുന്നില്ല. ഞാൻ സാനിക്കയുടെ അടുത്ത് ചെന്നു. ഒരാളൂടെ ഉണ്ട്, ഷൈമ. അത് കേട്ടതും സാനിക്ക ദേഷ്യത്തിൽ അവിടേക്ക് ഓടി നടന്ന് നോക്കി. പെട്ടെന്നാണ് ഞങ്ങൾ വീടിനുള്ളിൽ നിന്ന് ഷൈമയുടെ കരച്ചിൽ കേട്ടതും. അതെൻ്റെ ഉള്ളിൽ നടുക്കമുണ്ടാക്കി. സാനിക്ക ഡോർ തുറക്കാൻ നോക്കിയതും അത് ലോക്കായിരുന്നു. സാനിക്ക അത് ചവിട്ടി തുറന്നു. അകത്തേക്ക് കയറിയതും കണ്ടത് ബാത്റൂമിന്റെ ഡോർ തുറക്കാൻ പാടുപെടുന്ന അയാളെയാണ്. സാനിക്ക അയാളെ വലിച്ച് വെളിയിട്ട് ചവിട്ടി കൂട്ടി. ഞാൻ ഷൈമയെ വിളിച്ചിറക്കി. പിന്നെ അവിടെ കണ്ട് നല്ല അസരി ഇടിയായിരുന്നു. അവന്മാർ നിലത്ത് വീണിടപ്പുണ്ട്. ആഷികയുടെ ഷർട്ടും കീറി. സാനിക്ക ഫോണിൽ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞു. അവർ വന്ന് അവരെ കൊണ്ടുപോയി. അവിടെ വന്ന ഏതോ ടൂറിസ്റ്റുകളായിരുന്നു. ഫ്രഷായി വന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഞാൻ ബെഡിൽ വന്ന് മുഖം കുനിച്ചിരുന്നു. ആഷിക്ക വന്ന് അടുത്തിരുന്നു. എന്താണ് ലൂസേ ഒരു മൂകത? അയാൾ. നീ അത് വിട്ട്, അത് ഓർത്തിരിക്കണം. ദേ നോക്കിക്കേ, ഷർട്ടോ കീറി. ആഷിക്ക പറഞ്ഞതും ഞാൻ നോക്കി. ഞാൻ ബാഗിൽ നിന്ന് വേറെ ഷർട്ട് എടുത്ത് വന്നു. അത് മാറ്റാ ആഷിക്ക. ഷർട്ട് നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലൂസ് മാറ്റിത്താ. അതും പറഞ്ഞ് ആഷിക്ക എണീറ്റുന്നു. ഞാൻ ചിരിയോടെ കയ്യിലിരുന്ന ഷർട്ട് ബെഡിലേക്ക് ഇട്ടു. ആഷിക്കയുടെ അടുത്ത് നിന്ന് ഷർട്ടിന്റെ ഓരോ ബട്ടണായി ഊരിയെടുത്തു. ആഷിക്കയുടെ കൈ എൻ്റെ കവിളിൽ തഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ഷർട്ട് ഊരി മാറ്റി. ഇന്ന ഇതിട്ടോ. അതും പറഞ്ഞ് ഞാൻ ടീഷർട്ട് എടുത്തു കൊടുത്തു. ആഷിക ടീഷർട്ട് ഇട്ടിട്ട് എന്നെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. പതിയെ എൻ്റെ ചെവിയിൽ കടിച്ച്. ഞാൻ ആഷിക്കയുടെ ടീഷർട്ടിനുള്ളിലൂടെ കയറി കഴുത്തിൻ്റെ ഭാഗത്തൂടെ തല വെളിയിലിട്ടു. ആഷിക എന്നെയും കൊണ്ട് ബെഡിലേക്ക് വീണു. ഞാൻ ആ കണ്ണുകളിൽ നോക്കിക്കിടന്നു. ഞാൻ ടീഷർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയതും ആഷിക എന്നെയും കൊണ്ട് ബെഡിൽ കിടന്ന് ഉരുണ്ടു. ഞാൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മതി ആഷിക. ചിരിയുടെ ഇടക്ക് ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. நான் தான் அவ உலகம், அவ தான் என் உலகம். இதை தவிர்த்து நீங்க வேற என்ன சொன்னாலும் மண்டையில ஏறாது. பொறுப்பாரு மாமா.